കെ.എസ്.ആർ.ടി.സി ഡിപ്പോകൾക്ക് ബസ്സുകൾ അനുവദിച്ചതിൽ ഈരാറ്റുപേട്ടയെ തഴഞ്ഞതിലും മിനി സിവിൽ സ്റ്റേഷന് ഇതുവരെയും ഭൂമി ലഭ്യമായിട്ടില്ല എന്നതുമുൾപ്പെടെ ഇന്നലെ പുറത്തുവന്ന രണ്ട് വാർത്തകൾ ഈരാറ്റുപേട്ടയോടുള്ള അധികാരികളുടെ കടുത്ത വിവേചനം വെളിവാക്കുന്നതാണെന്ന ആക്ഷേപം ഉയരുന്നു. പുതുതായി 140 ബസ്സുകളാണ് കഴിഞ്ഞ ദിവസം കെ.എസ്.ആർ.ടി.സി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകൾക്കായി വിതരണം ചെയ്തത്. ഇതിൽ ഒന്നുപോലും ഈരാറ്റുപേട്ട ഡിപ്പോയ്ക്ക് നൽകാത്തത് തികഞ്ഞ അവഗണനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ മറ്റ് ഡിപ്പോകളിലേക്ക് മാറ്റിയും ചിലത് നിർത്തലാക്കിയും ഈരാറ്റുപേട്ട ഡിപ്പോയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിരവധി സമരപരിപാടികൾ അരങ്ങേറിയിട്ടും അധികാരികൾ കണ്ണു തുറക്കാതെ ഉറക്കം നടിക്കുകയാണ്. അതേപോലെ ഈരാറ്റുപേട്ടയ്ക്കൊപ്പം സ്ഥലം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏറ്റുമാനൂരിൽ മിനി സിവിൽ സ്റ്റേഷന് ആഘോഷപൂർവ്വം 1.5 മാസം മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷന് ഇതുവരെ ഭൂമി ലഭ്യമായിട്ട് പോലുമില്ലെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നതെന്ന് ഈരാറ്റുപേട്ട ജനകീയ വികസന ഫോറം പ്രസിഡന്റ് ഒന്തനാൽ ഷെരീഫ് ഈരാറ്റുപേട്ടയുടെ കടുത്ത വിവേചനമാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷൻ വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ജൂൺ 15 അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ഈരാറ്റുപേട്ടയ്ക്ക് ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷൻ പണിയരുത്, അവിടെ പോലീസിന്റെ സ്ഥലമാണെന്നും പറഞ്ഞ് കത്ത് കൊടുത്തു. അത് സംസ്ഥാന അസിസ്റ്റന്റ് ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് കൊടുത്തത്. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ഏറ്റുമാനൂർ പണിയാൻ ഉദ്ദേശിക്കുന്ന പോലീസിന്റെ ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ നിരവധി പോലീസ് സ്ഥാപനങ്ങൾ അവിടെ വരേണ്ടതുണ്ട്. അതുപോലെ ഈ സ്ഥലം പോലീസിന്റെ ആണെന്ന് തെളിയിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനും കൊടുത്തു. എന്നിട്ടും ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷന് 80 സെന്റ് ഭൂമി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് 80 സെന്റ് ഭൂമി അനുവദിച്ചതായിട്ട് ജില്ലാ കലക്ടർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തു. എന്നാൽ ഈരാറ്റുപേട്ടയ്ക്ക് ഇങ്ങനെ ഒരു 50 സെന്റ് അനുവദിക്കണമെന്ന് MLA പറഞ്ഞിട്ട് കൂടെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത് ഈരാറ്റുപേട്ടയോട് കാണിക്കുന്ന കടുത്ത വിവേചനമാണ്.